എന്തുകൊണ്ടാണ് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ 8 വർഷത്തിനു ശേഷം SFIക്ക് അധികാരം നഷ്ടപ്പെടേണ്ടി വരുന്ന സാഹചര്യമുണ്ടായത്? എന്തുകൊണ്ടാണ് പൂക്കോട് നടന്ന സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിക്കോ പാർട്ടിയിലെ സാംസ്കാരിക നായകന്മാർക്കോ വ്യത്യസ്തമായ നിലപാടെടുക്കാൻ കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് ഗീവർഗീസ് കുറിലോസ് തിരുമേനിയെ ഈ പറയുന്ന വിവരദോഷി എന്ന രീതിയിലുള്ള വ്യാഖ്യാനം ഉണ്ടാകുമ്പോൾ അത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്നും അത്തരത്തിലുള്ള വിമർശനങ്ങൾക്കെതിരെ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടതെന്നും സാംസ്കാരിക നായകന്മാർക്ക് പറയാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ആരോഗ്യമുള്ള ഒരു ഇടതുപക്ഷം സാംസ്കാരിക മേഖലയിൽ ഉണ്ടാകാതെ പോകുന്നത്? മാധ്യമങ്ങളിൽ അടക്കമാണ് കേട്ടോ. നമ്മൾ രണ്ട് രീതിയിൽ പോളറൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒന്നുകിൽ പിണറായി വിജയനോടൊപ്പം നിൽക്കുന്നവർ, അതല്ലെങ്കിൽ പിണറായി വിജയനെ ആക്രമിക്കുന്നവർ. ഈ രീതിയിലേക്ക് നമ്മളുടെ സാമൂഹിക സാംസ്കാരിക പരിസരം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് വളരെ വേഗം ഇങ്ങനെ സംസാരിക്കുന്ന നമ്മളെപ്പോലും വളരെ വേഗം നിങ്ങൾ വർഗരാഷ്ട്രീയത്തിൻ്റെ മറ്റേ അറ്റത്ത് നിർത്തുകയും നിങ്ങൾ പാർട്ടി വിരുദ്ധരാണെന്നും ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് പറയുകയും ചെയ്യുന്നത്.